8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജ്ഞാനത്തിന്റെ പുസ്തകം 11:14. നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു. നമ്മുടെ കൂടെയുള്ള ചിലരുടെ പ്രശ്നം ഇതാണ്. അവരുടെ ക്രേവിങ്, അവരുടെ ദാഹമല്ല നമ്മുടെ ദാഹം, നമ്മുടെ രീതിയല്ല അവരുടെ രീതി. നമുക്ക് അവരോട് ചേരാനും അവർക്ക് നമ്മളോട് ചേരാനും പാടാണ്. അതുകൊണ്ട് തന്നെ നീതിക്കും നന്മയ്ക്കും വേണ്ടിയുള്ള നമ്മുടെ ത്വരയോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് പറ്റില്ല. അവർ നമ്മോട് മല്ലടിക്കും, നമുക്ക് സംഘർഷമാകും, നമുക്ക് ഭാരമാകും. ഇതെന്താ ഇങ്ങനെ വരുന്നത്? നമ്മുടെ ആ സ്നേഹത്തിന്റെ ട്യൂണോട് ചേർന്ന്, ഹൃദയത്തിന്റെ താളത്തോട് ചേർന്ന് നിൽക്കാൻ ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 11:14 പറയുക, ഇതോർത്ത് നീ ഭാരപ്പെടണ്ട, നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ മനസ്സിലാക്കി. അഥവാ തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെയും ദുഷ്ടരുടെയും രീതിയും ക്രേവിങ്ങും ഡിഫറന്റാ. മല്ലടിച്ചിട്ട് കാര്യമില്ല, അവരെ നമ്മുടെ കൂടെ കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കർത്താവിന്റെ സമയം വരെ കാത്തിരിക്കണം. നീതിമാന്മാരുടെയും ദുഷ്ടരുടെയും ദാഹത്തിനൊരു വ്യത്യാസമുണ്ട്. നമ്മെപ്പോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ചിന്തിക്കണമെന്ന് വാശി പിടിക്കരുത്. കർത്താവിനെ മാത്രം നോക്കുക, തളരാതെ പോരാടുക. ആമേൻ. അമ്മേ മേരി മാതേ, ധന്യേ വന്യ കന്യേ, നിന്നെ ഞങ്ങളെന്നും വന്നിച്ചേറ്റു പാടും. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്കാശ്രയമാണമ്മേ എന്നെന്നും, നിന്റെ യാചന ഞങ്ങൾക്കാവശ്യമാണമ്മേ എന്നാളും. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്കാശ്രയമാണമ്മേ എന്നെന്നും, നിന്റെ യാചന ഞങ്ങൾക്കാവശ്യമാണമ്മേ എന്നാളും. അമ്മേ മേരി മാതേ, ധന്യേ വന്യ കന്യേ.